ശാലോം ടി വിയുടെ പുറപ്പാട് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സഹനങ്ങൾ നിൻ്റെ ശക്തിയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരുപാട് ഞെരുക്കങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഈശോ പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കുക, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനം മുതൽ മരണം വരെ ഒരുപാട് സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈശോയുടെ ജനന സമയത്തും പരസ്യ ജീവിതത്തിലും മരണസമയത്തുമെല്ലാം ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിൽ സഹിച്ചതാണ് ഈശോ മിശിഹ. ഒരുപാട് പരിഹാസങ്ങൾ, അപമാനങ്ങൾ, അവഹേളനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, തിരസ്കരണങ്ങൾ എല്ലാം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് ഈശോ. കാൽവരി കുന്നിൽ യാഗമായി ബലിയാറി മാറുന്നതിന് മുമ്പ് ഒരുപാട് സഹനങ്ങൾ ഈശോ അനുഭവിക്കേണ്ടി വന്നു. ഈ ലോകത്തെ രക്ഷിക്കുവാനായി, ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി പാപപരിഹാരം ചെയ്യുവാനായി കടന്നു വന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത തമ്പുരാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മോടുള്ള സ്നേഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്ന് നമ്മളോട് പറയുകയാ, വിശുദ്ധ യോഹന്നാൻ 16:33, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിന് ഞാനിത് നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുമെന്നല്ല ദൈവം പറയുക. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ യേശുവിൻ്റെ ജീവിതം മുഴുവൻ സഹനം നിറഞ്ഞതായിരുന്നു, നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ സഹനങ്ങളിലൂടെ ഈശോ ദൈവമക്കൾക്ക് രക്ഷ നൽകി. ഇന്ന് ഈ ലോകം ഒരുപാട് സഹനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. കൊറോണയും ഒമിക്രോണും വന്ന് മഹാവ്യാധികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വന്നുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമുക്കുണ്ട്, ഒരുപാട് വേദനകൾ നമുക്കുണ്ട്. പലരുടെയും ബിസിനസ് തകർച്ചയിലേക്ക് പോയി, പലർക്കും ജോലി നഷ്ടമായി. സമാധാനത്തോടെ ജീവിച്ചിരുന്ന കുടുംബങ്ങൾ അസമാധാനം കടന്നു വന്നു. മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമുക്കിന്നുണ്ട്. രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോവുക. ഇന്ന് നമ്മെ നോക്കി ഈശോ പറയുകയാ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും ഈ സഹനങ്ങൾക്കെല്ലാം ഒരു പ്രതിഫലം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവർ വിഷമിച്ചപ്പോൾ, ഭക്ഷണമില്ലാതെ അവർ അസ്വസ്ഥതപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ പരിപാലിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തുവാനായിട്ട് അവരൊരുപാട് സഹനങ്ങളിലൂടെയൊക്കെ കടന്നു വരേണ്ടി വന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ്. ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. അബ്രാഹാം പറഞ്ഞു, ദൈവമേ
ഈ സമ്പത്തൊക്കെ ആരനുഭവിക്കും? എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എന്നാൽ ഇത് ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? എൻ്റെ കാര്യസ്ഥനായ ഏലേസേറെ ആണല്ലോ ഇതിൻ്റെ എല്ലാം അവകാശിയായി മാറാൻ പോവുക. എനിക്കൊരു കുഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ അപ്പുറമാണ് ഒരു പ്രായാധിക്യം നിറഞ്ഞ ഒരു വ്യക്തിക്ക് കുഞ്ഞുണ്ടാവുക. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അബ്രാഹവും സാറായും, അതായത് അവർ ഗർഭധാരണ പ്രായം കഴിഞ്ഞ ആ ഒരവസ്ഥയിൽ ദൈവം അവർക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയാണ്. അബ്രാഹത്തിന് ഇസഹാക്കിനെ ലഭിച്ചപ്പോൾ ആ ഇസഹാക്കിനെ ബലി കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. മറ്റൊരു സഹനത്തിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ സഹനത്തിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം എന്താണോ എന്ന് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന അബ്രാഹത്തെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, മോറിയ മലയിൽ ദൈവത്തിന് വേണ്ടി തൻ്റെ സ്വപുത്രനെ ബലിയായി യാഗമായി കൊടുക്കാനായി അബ്രാഹം ഒരുങ്ങുമ്പോൾ ദൈവം തടയുന്ന അവസ്ഥ, ദൈവം പിന്നീട് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന അവസ്ഥകൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽ തീരത്തെ മണൽത്തരികളെ പോലെ മക്കളെ നൽകി അനുഗ്രഹിച്ച അവസ്ഥ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ആരും നിരാശയിൽ ജീവിക്കേണ്ടവരല്ല. സഹനങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിവിധങ്ങളായ സഹനങ്ങൾ നമ്മൾ ആഗ്രഹിക്കാത്തപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഈ സഹനത്തിൻ്റെ നടുവിലും ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. തിരുവചനം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ സഹനങ്ങളെല്ലാം കണ്ടതാണ്. ശിഷ്യന്മാരുടെ ജീവിതം എടുത്തു നോക്കിയേ. 12 ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരെ, അവർ സഹനങ്ങളിലൂടെ കടന്നുപോയി. ഒരുപാട് സഹനങ്ങളാണ് അവരുടെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ, ക്രൈസ്തവനായതിൻ്റെ പേരിൽ ജീവത്യാഗം സഹിക്കേണ്ടി വന്നവർ, കൊടും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവർ, പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ സഹനങ്ങളിലും അവർ ദൈവസ്നേഹം അനുഭവിച്ചു. അവരുടെ സഹനങ്ങളുടെ പ്രതിഫലനമാണ് ഇന്ന് നമുക്കറിയാം നാം ആയിരിക്കുന്ന കത്തോലിക്ക തിരുസഭ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ് ക്രിസ്തുമതം. നമുക്കറിയാം, ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ സഭയായി ക്രിസ്തുമതം മാറിയെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ ഈ സഹനങ്ങളിലൂടെ കർത്താവായ ഈശോ മിശിഹ ഈ ഭൂമിയിൽ അനുഭവിച്ച സഹനങ്ങൾ, കർത്താവിൻ്റെ പ്രിയ ശിഷ്യര് ഈ ഭൂമിയിൽ അനുഭവിച്ച സഹനങ്ങൾ, സഭയിലെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ സഹനങ്ങൾ ഏറ്റെടുത്ത വിശ്വാസത്തിൻ്റെ പിതാക്കന്മാർ, വിശുദ്ധരായവർ, ആദിമ ക്രൈസ്തവ സമൂഹം, പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ചുടുനിണത്തിൽ പണിയപ്പെട്ട ഈ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഈ നമ്മുടെ സഹനങ്ങളിൽ തളർന്നു പോകാതെ ദൈവത്തിൽ നാം ആശ്രയിക്കുക. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. സഹനങ്ങൾ നിന്റെ ശക്തിയാണ് എന്ന് നീ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വേദനകളൊന്നും ദൈവം കാണാതെ പോകുന്നില്ല. സങ്കീർത്തനം 56:8 പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടുന്ന് നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ എല്ലാം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ എല്ലാ കഷ്ടതകൾക്കും കർത്താവിൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന് നാം വിശ്വസിക്കണം. ദുരിതങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം, എന്നാൽ സഹനങ്ങളുടെ മേലിൽ വിജയം പ്രാപിച്ച കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ധൈര്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വേദനകളുടെയും പ്രയാസങ്ങളുടെയും സാമ്പത്തിക തകർച്ചകളുടെയും ഒക്കെ ആയിരിക്കാം മുന്നിലൂടെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ വചന സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഒന്ന് വിചിന്തനം ചെയ്ത്,
ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഇന്നെന്നെ അലട്ടുക? ഒരുപക്ഷെ രോഗാവസ്ഥയാണോ? സാമ്പത്തികമായ തകർച്ചയാണോ? ജോലിയില്ലാത്ത അവസ്ഥയാണോ? മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണോ? അല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണോ? ആകുലതകളാണോ? ചികിത്സിക്കാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയാണോ? മറ്റാരും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണോ? തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്ന മക്കളെക്കുറിച്ചുള്ള ആകുലതകളാണോ? ഏത് പ്രതിസന്ധിയും ആയിക്കൊള്ളട്ടെ, അതിനൊരു പരിഹാരം ഇന്നിവിടെ ദൈവം നമുക്ക് തരുകയാണ്. സഹനങ്ങളില്ലാത്ത ജീവിതമില്ല. ഈ ഭൂമിയിലുള്ള ഏത് വ്യക്തിയെ എടുത്തു നോക്കിയാലും അവരുടെ എല്ലാം ജീവിതങ്ങളിൽ സഹനങ്ങൾ ഉണ്ട്. എന്നാൽ ഈ സഹനങ്ങളെ അതിജീവിക്കാൻ, ഈ സഹനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ, ദൈവത്തെ കൈവിടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, ഈ ഭൂമിയിൽ നിനക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക. ഈ ലോകത്തെ കീഴടക്കിയ യേശു നിന്റെ കൂടെയുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം വയ്ക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ ലോകത്തിന് അനുരൂപരായി നാം ജീവിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, എന്തിനാണ് ഞാൻ സഹിക്കേണ്ടത്? വിശ്വാസ ജീവിതത്തിന് സഹനം അത്യന്താപേക്ഷിതമാണ്. ഒരു 4 കാര്യങ്ങൾ തിരുവചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. എന്തിന് ഞാൻ സഹിക്കണം? ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്തിന് ഞാൻ സഹിക്കണം? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പം സഹനം, ഒന്നാമത്തെ കാര്യം, സഹനം ക്രിസ്തീയ ജീവിതത്തിന് ഒരു ആവശ്യമായ ഘടകമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരാവശ്യമാണ് സഹനം സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആത്മീയ ജീവിതത്തെ നമ്മുടെ പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തിരഞ്ഞെടുക്കുന്ന ഒരു ഉപാധിയായി മാറരുത് ആത്മീയത. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ലൂക്ക 9:23 ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, ആരെങ്കിലും ഈശോയെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുരിശുകളുണ്ട്. അത് രോഗത്തിൻ്റേതാകാം, അത് സാമ്പത്തിക പ്രയാസങ്ങളുടേതാകാം, അത് വേദനകളുടേതാകാം, സമാധാനമില്ലാത്ത അവസ്ഥ, എന്തുമായിക്കൊള്ളട്ടെ, ഈ സഹനങ്ങളെയും എടുത്തുകൊണ്ട് നാം പ്രയാണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയാണ്. നാം ഇന്ന് തിരിച്ചറിയുക, സഹനം നമുക്ക് ആവശ്യകമായ ഒരു ഘടകം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സഹനം നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധിക്കും കാരണമാകുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. കണ്ടോ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന വലിയ രക്ഷ, അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ദൈവശക്തിയിൽ നമ്മളെ കാത്തു പരിപാലിക്കാൻ വേണ്ടി സഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ സഹനങ്ങളില്ലെങ്കിൽ ദൈവത്തെ മറക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അപ്പം സമ്പത്ത് ഒരു കുറവായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ സമ്പത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന വിചിന്തനം നാം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്കറിയാം, ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർ വിശ്വാസം ഉപേക്ഷിച്ച് പോവുകയാണ്. നല്ലൊരു കുടുംബത്തിന് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജീവിത പങ്കാളിയെ വയ്ക്കും, പിന്നെ ദൈവത്തെ മറക്കുന്നു, യേശുവിനെ മറക്കുന്നു, സഭയെ മറക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ സഹനങ്ങൾ അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ സഹനങ്ങളുള്ളത് ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുവാൻ,
അവസാന കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെടാനിരിക്കുന്ന വലിയ മഹത്വത്തിലേക്ക് കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സഹനങ്ങളുള്ളത് നല്ലതാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനും അത് കാരണമാവുകയാണ്. ഇനി മൂന്നാമതായി നാം കാണുന്നു, സഹനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും അത് കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ അനുദിനം വളരുകയാണ്. അതുപോലെ വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാനായിട്ട് സഹനം അത്യന്താപേക്ഷിതമാണെന്ന് നാം തിരിച്ചറിയണം. 1 പത്രോസ് 1-ാം അധ്യായം 6-7 തിരുവചനം പറയുന്നു, അല്പകാലത്ത് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ വിശ്വാസം അത് കാത്തു സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി, വിശ്വാസം നമ്മളിൽ അനുദിനം വളരുവാനും വർദ്ധിക്കുവാനും വേണ്ടി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പം ഈ ഒരു അവസ്ഥയിൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി പിറുപിറുക്കാതെ നാം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുക്ക്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്തുമാത്രം സഹനങ്ങളാണ് കടന്നു വന്നത്. യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച നിമിഷം മുതൽ പ്രിയപ്പെട്ടവരെ, ഗാഗുൽത്താമലയിൽ അവിടുന്ന് യാഗമായി ബലിയായി മാറുന്ന നിമിഷം വരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആവശ്യപ്പെടാമായിരുന്നു, എല്ലാവിധ ജീവിത സൗകര്യങ്ങളുടെയും മധ്യേ ജീവിക്കണം, ഏറ്റവും മനോഹരമായ ഒരു ജീവിതമുണ്ടാകണം, അനേകർ എന്നെ ബഹുമാനിക്കണം, കാരണം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണ് എൻ്റെ ഉദരത്തിൽ വഹിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെതായ അംഗീകാരങ്ങളോ ഈ ലോകത്തിൻ്റെ സുഖങ്ങളോ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളോ എല്ലാം വേണ്ടാന്ന് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. പൂർണ്ണ ഗർഭവതിയായ പരിശുദ്ധ അമ്മ നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്രയാകുന്നു. ഉദരത്തിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഏലീശമ്മയെ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധ അമ്മയെങ്ങും നമുക്ക് കാണാം. യേശുവിൻ്റെ ജന്മത്തിന് ശേഷവും പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകൾ താണ്ടി ഈജിപ്തിലേക്കുള്ള അവരുടെ യാത്ര തുടർന്ന് നസറത്തിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയും സഹനങ്ങൾ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത് ലോകത്തിൻ്റെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകരക്ഷകൻ്റെ കൂടെയുള്ള ഈ രക്ഷാകര കർമ്മത്തിന് പരിശുദ്ധ അമ്മ അവിടെ ആ രക്ഷാകര പദ്ധതിക്ക് കൂടെ നിന്ന് ആ രക്ഷയോട് ചേർന്ന് നിൽക്കുന്ന അമ്മയെ നാം കാണുകയാണ്. അമ്മ സഹനങ്ങൾ ഏറ്റെടുത്തത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കാണെന്ന് തിരിച്ചറിയുക. അപ്പം ഈ കാൽവരി കുന്നിൽ യാഗമായി ബലിയായി മാറിയ തമ്പുരാൻ, ആ തമ്പുരാൻ വേദനകൾ കൊണ്ട് പിളയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുരിശിന് താഴെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ വലിയ സഹനങ്ങൾ അമ്മ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത്? ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കുവാൻ, നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാൻ ആ പരിശുദ്ധ അമ്മയെ നമ്മൾ ആശ്രയിക്കാറില്ലേ? വിശുദ്ധരെ എടുക്ക്. എത്രയോ വിശുദ്ധരാണ് സഹനങ്ങൾ ഏറ്റെടുത്തത്. വിശുദ്ധയായ അൽഫോൻസാമ്മ, നമുക്കറിയാം, ഒരു ദിവസം സഹനമുണ്ടായില്ലെങ്കിൽ ദൈവമേ അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്ന് വിശുദ്ധയായ അൽഫോൻസാമ്മ പറയുമായിരുന്നു എന്നാണ് അൽഫോൻസാമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. സഹനങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന അവസ്ഥ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ സഹനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു, അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയുക. നാലാമത് നമ്മൾ കാണുന്നു, സഹനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കരുത്, ഓ ദൈവം എന്നെ ഉപേക്ഷിച്ചു,
ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, എന്നിട്ടും എന്തിയെ എൻ്റെ ജീവിതത്തിൽ ഈ സഹനം എന്ന് നാം ചോദിക്കാറുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മളിവിടെ കാണുന്നു, സഹനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ കാണുന്നു: താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. വീണ്ടും അടുത്ത വചനം: ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്, മക്കളോട് എന്നതുപോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണ ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ തിരുവചനം! ഒരുപക്ഷെ നമുക്കാർക്കും സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ഇഷ്ടമുള്ളവരായി ലോകത്തിൽ ആരും ഉണ്ടാകണമെന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ ആഗ്രഹം സന്തോഷത്തിലും സമാധാനത്തിലും സഹനങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷമായി ലോകത്തിൽ മരണം വരെ ജീവിച്ചു പോകണം, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങളെല്ലാം പോകണം എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണ്, ആരെയും കുറ്റപ്പെടുത്താനല്ല, മനുഷ്യ സഹജമാണ്. പക്ഷേ ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന തിരുവചനത്തിലൂടെ പറയുകയാണ്, നീ ഒരു മകനാണ്, നീ ഒരു ദൈവമകനാണ്, മകളാണെങ്കിൽ ഇതാ ശിക്ഷണമേൽക്കാനും കൂടി തയ്യാറായിക്കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ മക്കളെ നമ്മൾ അവരെ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാറുണ്ട്, അവർക്ക് ശിക്ഷണം കൊടുക്കാറുണ്ട്. അത് അവരോട് നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരോട് വാത്സല്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ ലക്ഷ്യമാക്കുക അവരുടെ ജീവിത വിജയവും അവരുടെ നല്ല ഭാവിയുമാണ് നല്ലവരായ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യം. ഇതേപോലെ തന്നെയാണ് ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ മാമോദീസായിലൂടെ സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്, ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അവൻ നശിച്ചു പോകരുത്, അവൻ പിശാചിൻ്റെ വഴിയിലേക്ക് പോകരുത്, അവൻ നരകത്തിൽ പോകരുത്, അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, അവൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പം ഈ ആത്മാവിന് നാശം വരുത്തുന്ന ഏതൊരവസ്ഥയിലൂടെ നാം ജീവിതത്തിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നാം വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ നല്ല ജീവിതം നൽകി, സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജീവിതം നൽകി നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെങ്കിൽ ആ പദ്ധതിയിൽ വിട്ട് നമ്മൾ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ സഹനങ്ങളിലൂടെ ശിക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മെ വിശുദ്ധിയിലൂടെ കൊണ്ടുവരുന്നതിനും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിനും ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി നമ്മൾ കാണുന്നു സഹനങ്ങൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണെന്ന് നാം തിരിച്ചറിയുക. സഹനങ്ങൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണ്. ഒന്നാമതായി നാം കണ്ടു സഹനം ക്രിസ്തീയ ജീവിതത്തിനൊരു ആവശ്യ ഘടകമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു സഹനം നമ്മുടെ രക്ഷയ്ക്കും വിശുദ്ധിക്കും സഹായകമാണ്. മൂന്നാമതായി നമ്മൾ കണ്ടു സഹനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു, അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നു. നാലാമതായി നമ്മൾ കണ്ടു സഹനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അഞ്ചാമതായി നാം കാണുന്നു സഹനം സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ നിസാരമാണെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം
19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിലും യഥാർത്ഥമായ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ യഥാർത്ഥമായ നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപമാണ്. അത് തുരുമ്പെടുക്കുകയില്ല, കീടങ്ങൾ നശിപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഒരുപക്ഷെ തുരുമ്പെടുത്തേക്കാം, അത് കീടങ്ങൾ നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അത് നശിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ സ്വർഗത്തിലായ നിക്ഷേപങ്ങൾ കരുതുക. ആ നിക്ഷേപം അതാണ് യഥാർത്ഥ നിക്ഷേപം. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും ആ യഥാർത്ഥ നിക്ഷേപത്തിലാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണുനീർ കണങ്ങൾക്കും ദൈവമായ കർത്താവ് പ്രതിഫലം നൽകുന്നു എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം ഇങ്ങനെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വീണ്ടും തിരുവചനം പറഞ്ഞു, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ പൊന്നുതമ്പുരാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനായിട്ടുള്ള പ്രതിഫലം നമുക്കായി അവിടുന്ന് കരുതിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുക. നീ രോഗിയാണോ? നീ ആകുലനാണോ? നീ സാമ്പത്തിക തകർച്ചയുടെ നടുവിലാണോ? നീ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകേണ്ടവനല്ല. കാരണം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ മാറോട് ചേർക്കുന്ന അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ പൊന്നുതമ്പുരാൻ്റെ സ്നേഹം നിന്നോട് കൂടെയുണ്ട്. നിന്റെ സഹനത്തിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. കുരിശ് എവിടെയുണ്ടോ അവിടെ ക്രൂശിതനുണ്ട്, നിശബ്ദനായി അദൃശ്യനായി എന്ന് നാം തിരിച്ചറിയുക. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മഹാവ്യാധിയുടെ നടുവിലൂടെ നാം പ്രയാണം ചെയ്യുമ്പോൾ ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെയും നമുക്കൊരു നിമിഷം ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഈ ധ്യാനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ വചന സന്ദേശം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ള സകല ജനതകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങൾ ഏറ്റെടുത്ത് മുന്നേറുന്ന രോഗികളായിട്ടുള്ള, വിവിധങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന, വിവിധങ്ങളായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിലെ സകല ജനങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട്, സകല വിശുദ്ധരുടെയും മാലാഖവൃന്ദങ്ങളുടെയും സ്വർഗവാസികളുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് സഹിക്കുവാനുള്ള ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസം ക്ഷയിച്ചു പോകാതെ വിശ്വാസത്തിൽ അനുദിനം വളരുവാൻ ദൈവമക്കളെ എല്ലാവരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഹനങ്ങളുടെ മാതാവായ അമ്മയോട് ചേർന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com.